मन्दस्मितश्रीमुखीं वात्सल्याकृतवर्षिणीं सुभद्रं सङ्कीर्तनालापिनीं श्यामाङ्गीं मधुसिक्तसूक्तिम् अमृतानन्दात्मिका ईश्वरी। ओम अमृतेश्वरी नमः। ജഗദ്ഗുരു ജഗജനനിയുമായ അമ്മയുടെ പാദങ്ങളിൽ നമസ്കാരം. തടസ്സങ്ങൾ നീക്കുന്ന അര ഗണപതി ഭഗവാന് നമസ്കാരം. എല്ലാ അറിവിൻ്റെയും ഉറവിടമായിട്ടുള്ളത് അര സരസ്വതി ദേവിക്ക് നമസ്കാരം. പക്ഷെ അവരൊന്നും അല്ല നമ്മുടെ കഥാപാത്രങ്ങളൊക്കെ, നിങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാരാ? കുട്ടികളാണ് അല്ലേ? ശരി. അപ്പം നിങ്ങൾക്ക് നമസ്കാരം. കളിയാൻ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമല്ലേ? ശരിയല്ലേ? ബിക്കോസ് ഈ പ്രായത്തിൻ്റെ പ്രത്യേകത അതാണ്. പക്ഷെ കാര്യങ്ങൾ അറിയണ്ടേ? വേണ്ട. അപ്പം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്കറിയണം, പിന്നെ അറിയുന്ന കാര്യങ്ങൾ കുറച്ച് നിങ്ങളോട് പറയുകയും വേണം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ഒരു കൈയ്യടി എടുക്കും. ആദ്യമായിട്ട് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം എനിക്കൊരു ഭാഗ്യം കിട്ടിയതാണ്. ഇവിടെ വന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം പങ്കെടുത്ത കുട്ടികൾ ഇവിടെ വന്ന് 2 പേരുണ്ട് അല്ലേ? മോളുണ്ടായിരുന്നു, വിഷ്ണുപ്രിയ ഉണ്ടായിരുന്നു, നിത്യാമൃതുണ്ട്. നേരിട്ട് അറിയുന്നതാണ്. പിന്നെ എൻ്റെ ആരൊക്കെ ഉണ്ടായിരുന്നു? കുറച്ച് മോനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പേരുണ്ട്. എനിക്ക് മുഖം ഓർമ്മയുണ്ട് എപ്പോഴും. ശരി. ഇത്തവണ എന്നോട് പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ തവണ ഹനുമാനെ കുറിച്ചാണ് സംസാരിച്ചത് കൂടുതൽ. ഓക്കെ. ഇത്തവണ എന്നോട് പറഞ്ഞിരിക്കുന്നത് രാമായണത്തിൽ ഒരുപാട് മുനിമാരുണ്ട്, ഒരുപാട്. ഇപ്പം പേരുകൾ പറയുകയാണെങ്കിൽ ആദ്യം വാൽമീകി, പിന്നെ വസിഷ്ഠൻ, പിന്നെ വിശ്വാമിത്രൻ, മദംഗൻ, സുതീക്ഷ്ണൻ, ഭരദ്വാജൻ, ഗൗതമൻ, പരശുരാമൻ. ഇങ്ങനെ നമുക്ക് അനവധി മുനിമാരെ കുറിച്ച് നമുക്ക് അഗസ്ത്യമുനി, യെസ്, വെരി ഗുഡ്, അഗസ്ത്യമുനി. ഓക്കെ. ഇങ്ങനെ എത്രയോ മുനിമാരുണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 പേരെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. Will you cooperate with me? Any language problem? Anybody doesn't Malayalam? Doesn't know Malayalam? Anybody? Or not? I try to mix both the language. You can understand Malayalam, cannot talk. Yeah. You can. Okay. So, ഈ 2 മുനിമാരെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് കൂടുതൽ പറയാൻ പോകുന്നത്. വൺ ഈസ് വാൽമീകി, ഹു റോട്ട് ദ രാമായണ. പിന്നെ അടുത്ത ആളെന്ന് പറയുന്നത് വിശ്വാമിത്ര. ആരാണ്? വേർഡ് വിശ്വാമിത്ര മീൻസ് ഫ്രണ്ട് ഓഫ് ദ വേൾഡ്. മിത്ര മീൻസ് ഫ്രണ്ട് ആൻഡ് വിശ്വ മീൻസ് യൂണിവേഴ്സ്. ഓക്കെ. So we're going to go deeply into the stories of these 2 munis. Can we start? അപ്പം ഞാൻ ഇടയ്ക്ക് ചോദ്യമൊക്കെ ചോദിക്കും കേട്ടോ. അത് നിങ്ങളെ ചെറുതാക്കാനൊന്നുമല്ല, നിങ്ങൾക്ക് എന്താ അറിയാം അല്ലേ? ഇവിടെ ശക്തിയൊക്കെ ഇരിപ്പുണ്ട്. അമ്മയുടെ മുന്നിലൊക്കെയാണ്. അമ്മയ്ക്ക് ചോദിക്കുമ്പോൾ ശക്തിയൊക്കെ ഞാൻ പറയാം, അമ്മ ഞാൻ പറയാമെന്ന് കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ കഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം കേട്ടോ. പലർക്കും രാമായണത്തിൽ പല കാര്യങ്ങളും അറിയാം. പക്ഷെ നമുക്കൊരു രസം എന്നറിയാമോ? ഈ രാമായണമൊക്കെ എത്ര കാലമായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ? ബട്ട് അഗെയിൻ വി ക്യാൻ ലിസൺ. Am I right? But today one movie has come. Say Aadu Jeevitham. One movie has come. Okay. A new movie has just released last week. Aadu Jeevitham. Okay.
how long it will last? Maybe only 1 or 2 months, right? Am I right? After, will anybody remember the story? No. But just imagine this Ramayana. Do you know how many years it is old? A guess, a wild guess. 5,000 years. Even more than that. Not 1 lakh and all. That is exaggeration. Okay. Maybe 7,000 years, 10,000 years we can say. Yes, 10,000 years. But still, when I talk today about Vatmiki, you know, it is new. Right? Maybe. ഇന്ന് നിങ്ങളോട് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു പുതിയ കഥയാണ്. Because many angles are there when you talk. Thank you for asking that question. My name is Hariharan. Okay, Hariharan, that's my name. So we'll go to the story first. I cannot elaborate because if I want to tell it, no, I want one day. Such a big story, but I am making it very short. I think I have how many minutes left for me now? You should remind me, okay? Because if I immerse in the story, you know, I forget myself. Okay, the time is 9:19. Okay. They have told me that I should stop by 10. Am I right? Yes. No, I will stop because I will know that whether you want it or not. Many signs are there. One side is second sign is you will ask yourself, Nartaraida. So do not worry. I know because I've been taking classes for the children like me. Okay, I know. So I'll see that. I'll do it. Okay. So the first story is about Vatmiki. Vatmiki ആദ്യമേ മുനിയായ ആളാണോ? അല്ല. ഈ രണ്ടുപേരുടെ പ്രത്യേകത അതാണ് ശരിക്കും. ഇന്ന് നമ്മൾ പറയുന്ന രണ്ടുപേരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, in the beginning there was something else and later they got refined. Okay, that's the beauty. Okay. So Vatmiki was actually known as Ratnakar. He was a dacoit. He was a hunter. എന്താ രണ്ടും എന്ന് പറഞ്ഞാൽ what does dacoit means? One who robs people. Okay, and hunter means one who hunts animals for eating. Okay. So, and he was ruthless, rude, they say. No sort of compassion. Nothing, you know. So, അതായിരുന്നു അയാളുടെ ചരിത്രം. And he was, all the time he was hiding behind the tree with all sorts of lethal weapons we call. What is lethal weapons? മാരകമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള knife, dagger, all these things. And when he finds some people, no, what he does is he will jump and he will shout, Attahasam, you know. He will shout like anything. And you know, we people, when we listen to that, we tremble. We tremble. Yeah, that is Angulima. That is Angulima. That's another person called like that. In Buddha's story, he comes. This Ratnakar, actually he was hunting animals and also he was attacking people for money or something else. Okay. And he was regularly doing this and he didn't feel that what he is doing is wrong. That's it. നമുക്കൊക്കെ തോന്നില്ലല്ലേ, ഇതൊക്കെ തെറ്റി കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ലേ? You feel guilt if you do something, if you tell a lie. You feel guilt. Right? You feel guilt. വേണ്ടായിരുന്നു അല്ലേ? But this person, Ratnakar, no, he doesn't have any sort of remorse, we call. Paschatapavilla, no guilt feeling, no. That's why he continued doing all these things every time. And one day, in some story, they say that it was the Saptarishis, you know. Who was Saptarishis? Seven means some say. Some say it is not it's Narada, they say. Whatever be it, our idea is learning the story. That's okay. Let us assume Saptarishis came. Okay. And you know, they are so good people. By thought, word and deed, they always think that everybody should prosper. Loka samasta. Yeah, Amma teaches us about the great
message, Loka Samasta Sukhino Bhavantu. They always felt like that, and they were traveling. And no possessions with them. What do you mean by possessions? So you have so many possessions now. A bag, books, pen. Now I think students have got all iPad, iPod and all. iPhone. You have a phone? No. But many possessions we have. But these Saptarishis, no. There are many possessions. What they have is only their clothes and a pot for taking water and maybe a rosary, to chant mantras. You know, Amma use rosary to chant mantras, right? Mala. Like that. And maybe one small cloth to wear and also a mat to lie down. It's only the possessions, nothing costly. Am I right? And they were traveling. And suddenly one day, this dacoit, what is his name? Ratnakari jumped. Usually, anybody who comes before him, they tremble, they cry. But here, Saptarishis, they are smiling. First time in the life of Ratnakar, he saw somebody smiling when he showed all this dagger. Can you smile if I show a pistol at you? Now in America they say that small kids are carrying pistol and all to school. They're killing people. You are from America? Do you know? Have you heard? Small kids, they're taking pistol, this gun, revolver. My God. They're taking all these things and they're killing also people. So now, Saptarishis, they were not worried. They were not having any sort of, fear. They are smiling. What time? But Ratnakar, it gave a shock to him. Because he's seeing the first time, some people were not showing any fear. So he was listening to what they said. And they asked two questions. One question, why you do this? Okay. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആൾക്കാരെ മോഷ്ടിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ ഈ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്നത്? You know what is the answer he told? For me first. എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ പറയുള്ളൂ അല്ലേ? അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു ഐസ്ക്രീം തരാം. അപ്പം ഇതെന്ത് ചെയ്യും നിങ്ങൾ? വല്ല സംശയം. ഞാൻ കഴിക്കും, അല്ലാണ്ട് നിങ്ങൾ പറയുന്നു എനിക്കൊരു അന്യൻ എന്തൊരു സ്നേഹമാണെന്നറിയാം. I will go and get you. No. We are first for us, we, അല്ലേ? നമ്മളാണ് ആദ്യമല്ലേ ശരി. That's what Ratnakar told. What he will do? What he does hunting? Why he does hunting? To give him, അല്ലേ? Nyam. That's what we call nyam means eat. Okay. For that I do this. Second, I have a family. I have a wife, I have 2 kids. I have to provide them. That's why I am hunting. Why do you rob then? Because he's robbing also people. He says, yes, I have to provide for myself as well as for my family. Okay, he said. Now, second question they're asking. Do you know there is a sin involved in this? What is sin means? Yeah, after writing 18 Puranas, who wrote Puranas? Shakti should be knowing. Vedavyasa wrote the Puranas, Give a big hand to Shakti. Shakti is a walking encyclopedia on our culture, right? He knows many things. So, Vedavyasa has given the explanation for Papa and Punya. Very simple. He said, Parapakaram Punyam, Papaya Parapidhanam. Can you understand this? What is it? ആണോ? അത് ശരി. ഓക്കെ. ശിവപ്രസാദ് പറയും. പാപം എന്താണ്? മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തല്ലേ? പുണ്യം
സഹായിക്കുക അല്ലേ? വെരി സിമ്പിൾ. വെൻ യു ഡു സം ഹെൽപ്പ് ടു അതേഴ്സ്, വെൻ യു ഡു സം ഫേവേഴ്സ് ടു അതേഴ്സ്, ദാറ്റ് ഈസ് merit we call, that is punyam we call. If you do hurt somebody, then that is called papam, alle? Yes. So that's what. So now Ratnagar, what is he doing? He is doing papam, no? Right. So they told, you go and ask your family that whether they will share this. Will they share? He was hopeful. He was very curious that he will go and ask this. Vidipoi, alle? ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, അതെ ഭാര്യയ്ക്ക് പേരുണ്ട്, എനിക്കറിയില്ല. And he asked, can you share all the papams? അതെന്താ പറയുന്നറിയാം? Go away. Go away, nothing to eat. Okay. If you bring chicken, we'll eat it. But if you have sins, you suffer. And she told one word also. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ശക്തിക്കറിയാകില്ലേ? പറയാമോ? എന്താണ് ആ ഭാര്യ പറഞ്ഞത് രത്നാകരനോട്? മലയാളത്തിൽ മോൾക്കറിയാമോ? നിങ്ങൾ കേട്ടാണ് എല്ലാവരും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു 2 വരികളാണ്. ആർക്കറിയാം? കുട്ടികൾക്ക് പറയാൻ പറ്റുമോ? യു ഡു, അതിനെ കുറിച്ചാണ്. ഹലോ അല്ലെ? അതിന് ആ വരികൾ ഓർമ്മയുണ്ടോ നമ്മളെ? താൻ ഇനി പറയാൻ പറ്റും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ. മോള് പറഞ്ഞേക്കട്ടെ, മോൾക്ക് കൈയ്യോട്. മോളുടെ പേരെന്താ? വെരി ഗുഡ്. മോള് കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. അതല്ല ശക്തി അത് ഫില്ല് ചെയ്തു. ഓക്കെ. അപ്പൊ ഇതാണ് കാര്യം. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് പോലെ അയൽക്കാരനാണ് നിങ്ങൾക്ക്. ഐസ്ക്രീം നിങ്ങൾ കഴിച്ചു, അതിന്റെ രസം അയൽക്കാരൻ ആണോ? No. If you eat ice cream, you will get the sweetness, right? If you do something bad, who is going to get the results? Only. Okay. That's the message given by the wife. He trembled because he thought that they will share. Will they share? No. And he came back and told the Saptarishis, I am wrong. My hope is shattered. Okay. I thought that they will share, but they told no. Okay. Oh, you know what happened? Saptarishis told, now to move away from the sins, there's a method. Okay. What do you have to do? You have to chant mantras. Okay. But the problem is that Ratnagar has not even gone to LKG class. He has not even gone to LKG. If you go to school only, you can learn, right? School if you don't go to school, you cannot even learn anything. So now this Ratnagar is a raw person. He told, I cannot say anything. Then they told, actually they have given the mantra Rama, right? Can anybody tell me the significance of Rama mantra? What are the letters? Not that. This Ra and Ma. It's taken from some other 2 mantras. Do you know that? Anybody? Rama, that mantra is taken from 2 other big mantras. അല്ല മറ്റ് 2 വളരെ ശക്തമായിട്ടുള്ള മന്ത്രങ്ങൾ അതിൽ നിന്ന് എടുത്താണ് ഈ 2 അക്ഷരം. What is Namah Shivaya? Good. Give a big hand to him. What is Namah Shivaya? There's one more. No, good old Narayana. Very good. Vishnu Priya is the answer. The mantra is Narayana. Okay. From that Ra and from Namah Shivaya, Ma. Okay. So just see, the mantra is taken from Narayana as well as Namah Shivaya. That's why Ra. Okay. But Ratnagar couldn't chant that because he is not educated. Okay. Then they told you can chant Mara. At last what will happen? Ram. It happened. You know, he became pure. എല്ലാ പാപവും പോയി എന്നാണ് മന്ത്രം ജപിച്ചാൽ അങ്ങനെയാട്ടോ. മന്ത്രമല്ലേ മന്ത്ര we chant it, no, become pure. Okay. Yes, that's the belief, that's the faith. Okay. So now Ratnagar started chanting this mantra for long. They say that after you are sitting there
without eating, without even for rest, even for drinking, even for anything. You are just sitting there chanting. And they say that in his place a termite hill happened. And that's why in Sanskrit we call termite hill is Vatmikam. And the person who came out of this hill is called as Vatmiki. So this is the first part of the story. Now Vatmiki became, from a hunter, he became a sage. Am I right? From a hunter, from a dacoit, he became a sage. Now, how he became a poet? That's the second part. Okay. One day, he was doing his ablutions in the river. You know, he'll do tarpanam. Okay. We'll put water like this. Om Tat Savitarvarenyam Bhargo Devasati Mahi Dhiyo Yona Prachodaya. Like that, you put this water. Tarpanam. Tarpanam means to satisfy. Okay. So he was doing that, and suddenly he saw something. Two birds. They are very friendly. Okay. They are talking. Where will we go to today? Where will we go today? They are asking like that. Now suddenly one hunter came. Okay. And he was actually aiming at this bird. Suddenly he hit the arrow. Who died? The male bird died. You mean the male bird died? Male and female both. Okay. Male bird died. Now you know this. Now Ratnagar, what is his name now? Vatmiki. He saw this sight and suddenly something came to his Manishada. Means hunter, don't do it. Hunter, don't do it. And there is some other part also. He says, what you have done is wrong. Okay. Yes, you know this. He was so fascinated with the beauty of this poem. And he thought, I should write something. Okay. And he consulted Narada again. Okay. And he asked, who is the person who is both courageous as well as righteous? Do you know this word? Who is the person who is righteous as well as courageous? Gunavan Kascha Vidyavan. That is it. Actually, we asked 16 qualities. Yeah, that is there. But the main thing is Gunavan Kascha Vidyavan. Okay. That means you should have all good qualities, as well as you should be strong and courageous. And Rama was both. Am I right? What is the problem with Ravana? He was courageous, but did he have any good qualities? No, that's the problem. Okay. And now this Ratnakar, he became Vatmiki and a sage, and then he became Adikavi, and he wrote this. Adikavi is Vatmiki. Adikavyam is yes. That is there. There's so many people now. They are devotees, but they do wrong things. Is it right? Absolutely bad. Okay. That is the lesson between. So now let us come close, because my aim is to tell the story as well as tell the good qualities also. Of whom? Now whom did we learn? Vatmiki. So I'll tell first thing. He was a good listener. What do you mean by that? നല്ലോണം കേൾക്കുന്ന ഒരാളായിരുന്നു അല്ലേ? അതുകൊണ്ടാണല്ലോ ഇവർ പറഞ്ഞു കേട്ടത് അല്ലേ? അല്ലേ? സപ്തർഷികൾ പറഞ്ഞപ്പോൾ കേട്ടില്ലേ അല്ലേ? So first lesson is listening. നല്ലോണം കേൾക്കാൻ പറ്റണം അല്ലേ? Second is whatever you listen you should put into practice. അവരെന്താ പറഞ്ഞത്? ജപിക്കണം എന്ന് പറഞ്ഞു. ചെയ്തില്ലേ? അല്ലേ? കറക്റ്റായിട്ട് ഇരുന്നിട്ട് രാമമന്ത്രം ജപം ജപിച്ചു. വെറുതെ ഒരു ദിവസം കൂടെ അവസാനിപ്പിച്ചോ? ഈ പ്രാക്ടീസ് കണ്ടിന്യൂസ്ലി അല്ലേ? കണ്ടിന്യൂറ്റി എന്ന് പറയും, സിൻസിറിറ്റി എന്ന് പറയും അല്ലേ? അങ്ങനെ ചെയ്തു. പിന്നെ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ഫെയ്ത്ത് മീൻസ്? വിശ്വാസം, നല്ല ശക്തമായ വിശ്വാസം. ബിക്കോസ് they told that if you chant this become pure. Okay, that happened later അല്ലേ? ശരിയല്ലേ? രത്നാകരൻ മാറി, മനസ്സിന് ശുദ്ധി ഉണ്ടായി, അദ്ദേഹം ആരായി മാറി? വാത്മീകി മഹർഷിയായിട്ട് മാറിയില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ക്വാളിറ്റീസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറയാം. വൺ ഈസ് ലിസണിങ്. ഓക്കെ. സെക്കൻഡ് ഈസ് ഫെയ്ത്ത്. ഓക്കെ, വിശ്വാസം. തേർഡ് ഇസ് പേഷ്യൻസ്. വാട്ട് ഈസ് പേഷ്യൻസ് മീൻസ്? ക്ഷമ അല്ലേ? പെട്ടെന്ന് നിർത്തിയില്ല അല്ലേ? കുറേ ദിവസം കണ്ടിന്യൂ ചെയ്തു അല്ലേ? എഫേർട്ട്. ഓക്കെ. ആൻഡ് ഹി ഹാഡ് സച്ച് എ ഡിറ്റർമിനേഷൻ. അവസാനിപ്പിച്ചില്ല അല്ലേ? പിന്നെ അതിന് കൂടെ നിന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വാത്മീകിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് വേണോ ഇതൊക്കെ? ഡു യു നീഡ് ഓൾ ദീസ്? നല്ല കുട്ടികളാണ്, നല്ലോണം പഠിക്കണമെങ്കിൽ അല്ലേ? അങ്ങനെ ശിവ ശരിയല്ലേ? ഇതൊക്കെ വേണ്ടേ അല്ലേ? തീർച്ചയായിട്ടും വേണം. അമ്മ അതല്ലേ പറയും, നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ? നിങ്ങളൊക്കെ ചോദിക്കാറില്ലേ? നിങ്ങളോട് ഇടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കില്ലേ? വാട്ട്സ് യുവർ ഗുഡ് നെയിം?
Very good. So, Amma, I listen to Amma's bhajans every day. Then I see these kids. Okay, she's asking questions to them, getting answers from them like that. Okay. So now let us come to the second person. Okay. Who is the person? Can you remember? Vishwamitra. 937. So, the second personality, again, he was not a rishi in the first place. Okay. He was a king. And you know there's a lineage, they say, one is Kushi, Kushava, Kushi. Second is Kushanabha, then comes Gathi, then comes Vishwamitra. Okay, that is the lineage. And Vishwamitra was known as Kaushika in the first place. So let us first take one instance from his life. Okay. Are you getting interested? Boring ആവണ്ടോ? അല്ല ഇതുവരെ ആരും കോട്ടായിട്ടില്ല. ഇവിടെ ഒരു കുട്ടി ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. വയ്യാത്തോണ്ടായിരിക്കും. She's sleeping. Maybe not slept properly. But I'm looking at your face. Okay. ഇതുവരെ ആരും കൊട്ടായിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം മുന്നോട്ട് പോകാം അല്ലേ? സോ ഫസ്റ്റ് കഥ ഇതാണ് ശരിക്കും. കൗശിക രാജാവാണ്, അഹങ്കാരിയാണ്. അത് നല്ലതാണ്. Raja is okay because he's courageous, he's doing all the good things, everything is okay. But he was egoistic. What is egoistic? അഹങ്കാരി. ഞാൻ മാത്രമാണ് ശരി, എല്ലാവരും ഞാൻ പറയണ കേട്ടോളാം എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ. Yeah, he only thinks about himself. He doesn't think about others. And one day, he along with 10,000 army, they were going to some place. Okay. In the process, they were feeling weary. You know what is weary means? ക്ഷീണത്തെ നിങ്ങളത് തന്നെ പറയാൻ കഴിഞ്ഞ അല്ലേ? പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പറയാൻ കഴിഞ്ഞ പിന്നെ so like that, all of them felt weary and they are going to the forest. They thought they will take some rest. Okay. At that time, they came to know that this is the ashram of sage Vasishtha. Who is the person? Who is Vasishtha? Can you tell me? Can anybody tell me who is the position of Vasishtha? Yeah, exactly. Shakti has told Kula Guru. You know, he's the Kula Guru of Sri Ram. Okay. What is the Kula? Ikshvaku Vamsha. Ikshvaku Vamsha. Adinte Kula Guru ആണ് ആര്? വസിഷ്ഠൻ. വസിഷ്ഠന്റെ ആശ്രമമാണ് കേട്ടോ. Yeah. So now, say this one, Kaushika. How many people are there along with him? 10,000. Not only people, there are horses, there are cows, there are elephants, everything is there. Okay. And everyone they are coming and they wanted to drink some water. That's all. Okay. Okay. They were actually they wanted some water. Oh, what happened here? Sage Vasishtha told, do not worry. In minutes, we are going to arrange a sumptuous feast. What do you mean sumptuous feast? Means with a feast with so many things, you know. You're not going to say multi-course lunch. We say, okay. Korre vibhavangalulla sadhya, alle. He told we are going to arrange that. No, Vishwamitra, this is Kaushika was feeling how? Because the forest. And who is Vasishtha? He is a Muni, alle. And Muni do they have any possessions? As I told you earlier, no? Saptari, do they have any possessions? Nothing. So he thought, how can you? What? You know what happened? Within minutes, they arranged a big feast. How many people? 10,000. Not only people, but all the animals, everybody, feast was arranged. They all enjoyed. But now, this Kaushika had a question. What is it? You can tell the question. What is the question? How? In the middle of the forest, how it is possible? Okay. And he asked Vasishtha, oh, sage, tell me, from where could you get this plenty? Okay, you are able to provide me like this. Not for me, but for everybody. Okay, how is this possible? Now, Vishwamitra told, Vasishtha told, I have a divine cow. Okay, the cow is the daughter of Kamadhenu. Okay, and some say Nandini, some say Shakala, whatever be, no problem. Okay, the daughter of Kamadhenu. Kamadhenu, you know what is a Kamadhenu? It's a divine cow. It can give you anything. Okay, you go and ask Kit Kat. You go and ask, I want some ice cream. Anything you ask, it will give you that. So now,
Vasishtha is having which cow? Shabala. Okay, Shabala. And Shabala give all this. Okay. Then now what happened? You should tell me now. Kaushika feels I should get it. Is it right? മറ്റൊരാളുടെ കയ്യിൽ നല്ലൊരു സാധനം കാണുമ്പോൾ നമുക്കത് വേണമെന്ന് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിയാണോ? നീ ചിന്തിക്കട്ടോ, ചിന്തിച്ചിട്ട് ആൻസർ പറയട്ടോ. Is it right to have such a feeling that I should? But Kaushika told, I want it. He went and told Vasishtha, I am a king and for me I require this because it will give me more support. Okay. But Vasishtha told, I cannot give you this. And he offered so many things. He said, instead of this Shabala, I will give you 1 lakh cows. 1 ലക്ഷം പശുവിനെ തരാം. ഓക്കെ, സ്വർണം തരാം. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ did he give back? He didn't give. He told, no, because it's a cow provided for me to do all the things in my ashram. Okay, so I cannot give. Now what happened to Kaushika? You can imagine. When you ask for something, when you desire something, if you don't get it, what will happen? You'll get angry. Okay. Kama, Krodha, we call. After Kama, we get Krodha. We get anger. Okay. He got angry and he told, if you don't give, I will forcibly possess it. Is it also right? നിങ്ങളുടെ അടുത്തൊരാൾ കുട്ടി നല്ല പേന ഉപയോഗിക്കുന്നത് ആദ്യം നിങ്ങൾ ചോദിച്ചു ഇതാ എൻ്റെ അമ്മ തന്നാണ് precious. Then you say, if you don't give, I will take it. So that's what he did. He tried to have a war with who? To take this. You know what happened? I told you, this cow is capable of producing anything. Not only food, but also army. And this trembling with fear, Shabala, is telling what I should do now. Now Vasishtha says, bring forth army. It says, no. Thousands of soldiers carrying all weapons started coming out. This is a story again. Story ending in heaven like Shakti. നിങ്ങൾക്ക് അറിയാൻ ചോദിക്കാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിൽ സയന്റിഫിക് ആയിട്ട് കാടിന്റെ നടുവിൽ because imagination, meditation, this is a sort of meditation when you listen to stories, right? Am I right? Because you can imagine like anything. അല്ലേ ശരിയല്ലേ? നമ്മൾ കണ്ടോ കുതിരെ ആനയെ കണ്ടപ്പോ ഞാൻ പറഞ്ഞപ്പോ അല്ലേ ഇത് രസമാണല്ലേ കഥകളെ കുറിച്ച്. So lot of people, army started coming from the Shabala. A big war happened. Is it right to have a war? Actually, that's in the monastery, Whose monastery? Vasishtha monastery. It's a place of peace, right? Who is responsible for this? The Kaushika is responsible for this. Make a peaceful ashram into a war field. Seriously? So now what happened? Do you know who won? Vasishtha Maharshi's army, that army produced by the Shabala, they won. Now Kaushika feels, I have all the weapons, okay? I tried to use force, but I lost, okay? And he has got some other force. What is it? But he was angry. So what he did now? He went back and he did tapas. But usually we should do tapas for good or bad. Tell me, dear. Good, but now the intention of this Maharshi is good. For this Kaushika is good. You want to actually destroy, kill. Okay, that is the thing. So that is bad. Okay, but he went and he did tapas. But you can see that all our asuras, now they did also tapas, right? Do you remember the tapas of Hiranyakashipu? Do you remember the tapas of Narakasura? All these people right now. Yes, Ravana, he cut his head and all. He was doing tapas, right? They say that if you do sacrifice, you will get results. But it should be used for good things. That is the purpose. Okay. Now here, this Kaushika, he went for tapas. And Parameshiva. And he was asking, hey Umapati, give me all the weapons with which I should be able to defeat whom? Vasishtha. Shiva knows that is bad, but he has done a tapas, so he has to give the results. When you learn for going your sleep, you will get marks, right? Seriously? നിങ്ങൾ പരീക്ഷ വരുമ്പോൾ നിങ്ങൾ ഉറക്കമൊക്കെ പഠിച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ പഠിക്കുമല്ലേ? മാർക്ക് കിട്ടില്ല.
ശരിയല്ലേ? ത്യാഗം ഉണ്ടെങ്കിൽ അവിടെ ഷുവറാണല്ലേ, റിസൾട്ട് ഷുവറാണ്. ശരി. സോ ഹിയർ ഓൾസോ റിസൾട്ട്സ് he had to give and he gave all the weapons. You know what he did? Kaushika, he took the weapons and went and waged a war with whom? Vasishtha, and he completely destroyed the ashram of Vasishtha. But one thing he noticed, he was using some weapons like Brahmastra and all. But Vasishtha single-handedly, the Munis usually they have a thing called the Yoga Danda, right? Yoga Danda. What they do now, when they sit in meditation, they'll be doing support for that. And it has powers also. Because if they show this, it can actually absorb all the weapons. That what happened. Kaushika was actually volleying all these weapons. But Vasishtha, with a smile in his face, he took the staff and he was absorbing all the weapons. So which power is higher, spiritual power or the body power? Yes, that is great. We say in Ramayana, we say Dikbalam, Shatra Balam, Brahma Tejo, Balam Balam. I want you to repeat this. I will tell you to repeat. Okay. Dikbalam, Shatra Balam, Brahma Tejo, Balam Balam. They say that Brahma Tejo Balam is double. That's why they say Balam Balam. Okay. So usually we believe in our body strength. അല്ലേ മോളെ? നമുക്ക് അങ്ങനെ വിചാരം അല്ലേ, ഈ ശരീരം കൊണ്ട് നമുക്ക് എല്ലാം സാധിക്കാം. അല്ല അല്ലേ, ആത്മശക്തി കൊണ്ട് സാധിക്കും. അമ്മ എത്ര ആൾക്കാരെ അല്ലേ അല്ലെ, ജസ്റ്റ് ഇമാജിൻ ഹൗ അമ്മ ഡീൽസ് വിത്ത് പീപ്പിൾ അല്ലേ. വിത്ത് എ സ്മൈൽ ഷി കൻ ഡീൽ, വിത്ത് എ ഗുഡ് വേർഡ് ഷി കൻ ആക്ച്വലി ഡു ഇറ്റ്. സോ ദാറ്റ് ഇസ് ദ സ്ട്രെങ്ത് ഓഫ് ദിസ് സ്പിരിച്വൽ പവർ. Now that's what happened. Kaushika thought, I should get that, which the spiritual power, not because I got all this, I am not satisfied, I am not able to defeat. Now I should get the power of. Now he went for tapas. Okay. What are we going to have? So he went for tapas. But you have so many distractions in your life, right? When you start learning, can you tell me some other distractions when you start learning? Yeah, then so many things that take away our attention. Yes, so many things. Your mother may be cooking some good dish in the kitchen and you'll be getting that smell. So many distractions like that. Here what happened was, now Kaushika, he wanted to become a Brahma Rishi. Tell me. Brahma Rishi means the highest state. Okay, he wanted to become that. And he started doing the tapas. Then you know what happened. He heard, because he's sitting in the forest now, he heard the sound of the anklets. What is anklets? Just getting this. And he also heard a song. I'm just singing from that movie. Sayantanam Chandrika. Have you heard this? It's a very beautiful song, and the dance also. Okay, from the movie Kamaladal. It's a very good movie. Okay, Kadalna. Okay, very good movie. Okay. So he heard a music and this sound of the angels. Because somebody has come. There's Indra. He has a problem. If somebody does a tapas in the world, he will send somebody to distract. Why? Otherwise, this person will go up and take his chair. Indra പേടിയാണ് ആരെങ്കിലും ഭൂമിയിൽ തപസ് ചെയ്തു കഴിഞ്ഞു. So Indra sends somebody. You know who the person? Menaka. What's the name? Menaka. And Menaka was coming and she was standing near this Kaushika. And Kaushika was looking. He not distraction. So immediately he closed his eyes. Shiva. Again music came, again dance came. He got distracted. And she was like, tom, tom, tom. Like that. Dance was happening. And now both dance. Both of them started dancing. And 10 years passed by. 10 years passed by. Like that. 10 years. Just imagine. Why did he do tapas, Kaushika? To become Brahmaji. What happened now? He had to become a dancer.
He became a dancer, okay, and he was dancing like anything. He lost the goal. That is the main thing. What is the problem? Yeah, now let us assume you are learning, like you are studying, okay, in the school. Suddenly you lose your attention and you do so many things. What will happen? Can you learn? Can you pass in your exam? No. Distractions come along. That's what happened here. Vishwamitra, Kaushika lost all his goal and he was stuck to the world. Okay, and he was leaving. Now, but suddenly he remembered his goal. And again he started. At that time, what happened now? Somebody came and provoked him. What is provoke means? പിന്നെ ശക്തിയുടെ ശക്തി ചീത്ത വിളിക്കാൻ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം വരും അല്ലേ, ഭയങ്കര ദേഷ്യം വരും, പ്രകോപിതരാകുക എന്ന് പറയും അല്ലേ. ആൻഡ് യു വിൽ സ്റ്റാർട്ട് അബ്യൂസിങ് മീ, റൈറ്റ് അല്ലേ. നമ്മൾ ദേഷ്യം വന്നാൽ നമ്മൾ പറയുന്നതിന് യാതൊരു ലൈസൻസ് ഉണ്ടാവില്ല അല്ലേ, അങ്ങനെയല്ലേ ശരിക്കും. ആംഗർ മേക്സ് യു ബ്ലൈൻഡ് ആൻഡ് മാഡ്. ടെൽ മീ, ആംഗർ മേക്സ് യു മാഡ് ആൻഡ് ബ്ലൈൻഡ്. നിങ്ങളെ ഭ്രാന്താക്കും നിങ്ങൾ ശരി. അതുപോലെ നിങ്ങളുടെ കണ്ണ് അടഞ്ഞു അല്ലേ, നിങ്ങൾ എന്താ പറയുന്നതെന്ന് പറയാൻ പറ്റില്ല. That's what happened here. Kaushika lost his goal with anger and he was shouting at others. ദേഷ്യം വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ശക്തി കിട്ടുമോ പോവല്ലേ ശരിക്കും. അങ്ങനെ പോയി, കുറേ ശക്തി പോയി. അപ്പോൾ അഗെയിൻ യു ഹാവ് ടു സ്റ്റാർട്ട് അഗെയിൻ. ഇനി വേറൊരു സംഭവം കൂടി പറയാം. ഞാൻ അതുകൂടി പറഞ്ഞു അതുകൂടി പറഞ്ഞത്. നമുക്ക് ഒരു കുഴപ്പമുണ്ട്, വെറുതെ ചില ആൾക്കാരുടെ കാര്യത്തിൽ പോയി ഇടപെടും. നിങ്ങൾ ചെയ്യാറുണ്ടോ? വെറുതെ ഒരു ആവശ്യം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ പോയിട്ടല്ലേ എന്താ ഇവിടെ നടക്കണേ, ഞാനിവിടെ വരാൻ കിട്ടുന്നത് അല്ലേ. ചിലപ്പോൾ അതിനകത്ത് ഒരു ആവശ്യമുണ്ട്, നമ്മൾ ചെയ്തതിന് നമുക്ക് കുഴപ്പമില്ലല്ലേ. അങ്ങനെ ഒരു സംഭവം പറയാം. ഒരു രാജാവ് ഉണ്ടായിരുന്നു, കഥകൾ കേട്ടുണ്ടെങ്കിൽ തൃശങ്കു എന്നാണ് അയാളുടെ പേര്. എന്താണ് പേര്? തൃശങ്കു. അതിനൊരു കാര്യമുണ്ട്, 3 പാപങ്ങൾ അയാൾ ചെയ്തു എന്ന് പറയുന്നത്. അതായത് പാപങ്ങൾ കേട്ടതിന് രസമാണ്. ഒന്ന്, സ്വന്തം അച്ഛനെ ധിക്കരിച്ചു എന്ന് പറയുന്നത്. ധിക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൊബേ അല്ലേ, അനുസരിക്കാതിരിക്കുക, അച്ഛനോട് ധിക്കരിച്ചു എന്നാണ്. 2, നമ്മൾ ഭാരതം പറയുന്നു എല്ലാ സ്ത്രീകളെയും നമ്മൾ ആരായിട്ട് കാണുന്ന പറഞ്ഞേക്കുന്നത്? അമ്മയുടെ സ്ഥാനത്താണല്ലേ ശരിക്കും. അങ്ങനെ പറഞ്ഞേക്കുന്നത് ദേവതകളായിട്ട് കാണുന്ന പറഞ്ഞേക്കുന്നത്. ഞാൻ എന്തെന്ന് അറിയാമോ, ഏതോ 1-2 സ്ത്രീകളോട് വളരെ അപമര്യാദയായിട്ട് പെരുമാറിയിരുന്നു. അപ്പൊ ആദ്യത്തെ കുറ്റം എന്താണ്? അച്ഛനെ ധിക്കരിച്ചു. 2ാമത്തെ കാര്യം എന്താണ്? സ്ത്രീകളോട് അപമര്യാദ പെരുമാറി. 3ാമത്തെ എന്താ പറയുക, അന്നത്തെ കാലത്ത് വലിയ കുറ്റമായിരുന്നു, ഇപ്പൊ പറയാൻ പറ്റില്ല. He ate the flesh of a cow. ഗോമാംസം കഴിച്ചു തൃശ്ശങ്കു. അന്നത് വലിയ കുറ്റമാണ് ശരിക്കും. ഇന്നിപ്പോ പറയാൻ പറ്റില്ല, കാരണം എവിടെ ചെന്നാലും ഇപ്പൊ അല്ലേ മന്തി കിന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, എല്ലായിടത്തും ഇത് തന്നെ ശരിക്കും. But in those days there's such a sin that you should not eat the flesh of a cow, because cow is universal mother അല്ലേ. നിങ്ങളുടെ അമ്മ ആർക്കൊക്കെ പാല് തരും? Tell me, your mother will give milk only to you, right? But cow give milk to all. അല്ലേ, അതുകൊണ്ട് നമ്മൾ എന്താണ് ഭാരതം എന്ന് പറയുന്നത്? പശുവിനെ ഗോമാത എന്ന് പറയുന്നത് അല്ലേ, പശുവിനെ ദിവ്യമാതാവായിട്ട് പറയും. But here Trishangu ate the flesh of the cow, so that because he was made a heinous man. Okay, so and not only that, people rejected him. Started very with all the 3 sins, right? But he had a wish that I should go to heaven. സാധാരണ ഹെവനിൽ പോകണം എങ്ങനെ? നമ്മുടെ വിശ്വാസം എന്താ പറയുന്നത്? ശക്തിക്ക് ആരാണ്? നല്ല കാര്യം ചെയ്യണമല്ലേ. നല്ല കാര്യം ചെയ്താലാണ് നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുക. ഇയാൾ നല്ല കാര്യങ്ങളിൽ ചെയ്തു. എന്താ തൃശങ്കു 3 മോശം കാര്യം ചെയ്തല്ലേ ശരിക്കും. അപ്പൊ അയാൾക്ക് പോവും. നോട്ട് ഓൺലി ദാറ്റ്, ഹി ടോൾഡ് ദാറ്റ് I should go to the heaven with my body. Is it possible? ഉടലോട് കൂടി സ്വർഗത്ത് പോകുന്ന നടക്കുന്ന കാര്യമാണല്ലേ. അതും തെറ്റിയത് ആൾക്ക് പറ്റുമോ? But he had this wish. നമ്മൾ പറയില്ലേ, അനാവശ്യമായ ആഗ്രഹം അല്ലേ, അത്യാഗ്രഹം എന്നൊക്കെ പറയും. Yes, and he wanted this. He was rejected from the country, and he approached Vasishtha for this. He told that I want to go to heaven with my body. Then he said, no, it's not possible because you have done 3 heinous sins. Shivprasad, can you repeat the 3 sins? Just checking your memory. Okay. Yes. Misbehave. Okay. Cow. Correct. 3 sins. Okay. So now, first you cannot go. Then what happened? He went and approached the sons of Vasishtha.
Is the father great or the son's great? Father is great, അല്ലേ? Father reject ചെയ്ത പിന്നെ മക്കളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ? It's wrong. But again this man went and because he's so ambitious, you know. What is ambitious means? ഭയങ്കര ആഗ്രഹമാണല്ലേ? Want something somehow want to get his desire. He went and asked his sons got angry. Why are you asking? You don't deserve all these things. And they cursed him. Chandala, they told. You know what is Chandala means? Hey, person, you know, all the skin and all worn out and all the dust and all. If you look at that person, no, you become disgusted. You know, you feel so this thing. You know, stinking. This is stinking. Okay. So he became that, and he was actually going in the streets. He was begging because no food, nothing is there. He was begging. Who was he? He was a king. Just imagine. But with the curse, what happened? He became a beggar. He became a beggar. Whose mistake? His own mistake. That's the main thing we have to understand. അയാളെ കുറ്റം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇതിന് ഇങ്ങനെ നടക്കുന്നത്. അമ്മ തായെ വലത് തരണേ like that is വാക്ക്. At that time, you know, our Kaushika, yes, he has now become Vishwamitra. He's just a rishi. That's all. And then maybe Raja Rishi. He has become Raja Rishi. That's all. Okay, just become a Raja Rishi. And he is walking, and he saw this man. He know, yalla kandirunnu alle. Surishu. Hey, idu nammade arana. Idu Trishangolle endu petti ningalku? എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്ന ശരീരമൊക്കെ ചുക്കിച്ചുടിച്ചിരിക്കുന്നല്ലോ, കറുത്തിരുണ്ട് പൊടി പിടിച്ചിരിക്കുന്നല്ലോ, നാളുന്നല്ലോ, എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുന്നത്. അപ്പൊ അയാൾക്ക് അറിയാൻ തുടങ്ങി. എന്താ എന്റെ കരയണേ അല്ലേ? നമുക്ക് അരച്ചിലുണ്ടെന്ന് നമുക്ക് സങ്കടം വരും അല്ലേ? അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒന്ന് ശക്തിയുടെ കരഞ്ഞ എന്തിനാ കരയണേ? Like that, now the Vishwamitra asked this question. Why are you crying? Then he told the reason. What is the wish? I want to go to the heaven with my body, and nobody is allowing me. Okay, that's my problem. Then Vishwamitra told God, do not worry. And there is one more reason. Who rejected? Vasishtha. There is an enmity between. That is the main thing here. So when my enemy rejects, I will die. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം അല്ലേ? അപ്പൊ ആ സമയത്ത് നമ്മുടെ പാകിസ്ഥാനിലെ ആൾക്കാർ ആരാ നിങ്ങളോട് ഉദ്ദേശിച്ചത്? ഇന്ത്യക്കാരാണെങ്കിൽ ഞങ്ങൾ ശരിയില്ല ഇല്ലേ? അങ്ങനെ പറയില്ല. അതുപോലെ ഇവിടെ ശരിക്കും he feels I will come back, I will fight pieces, I will help you. And you know, Vishwamitra started doing a yaga. What the purpose? To make him fly to heaven with his body. Okay, that's what he is doing. Om cream, ice cream, just doing all this. What is that? He was doing yajna, you know, like this. And he was doing all these things. And now, slowly, Trishaku started going up. But can you go just to some other place without passport and visa? Just I'm asking you, you want to go to America or any other foreign country? What do you want? Yeah, you want a passport, like the immigrations we say. Okay, clearance you see. Does he have anything? Not only that, he has so many discredits. We know now discredits. Okay, so can you go? So Indra was standing there in the entrance, and he saw somebody coming up. You know what he did? He thrashed him, and you can imagine now he is coming back. And can Vishwamitra see this? It's a big problem, because I have done this happen. Now somebody is throwing him down. So he told, go up again. So again he started going. Again Indra did this. He came. How he know that this he cannot go like this? So what Vishwamitra told now? I will create another heaven. You might have heard about this heaven called Trishanku Sargam. Trishanku Sargam, middle place. He made it. But you know, he lost all his powers. Doesn't have any use. Because he's alone there. There is nobody there. No use to him and others also. Like that, we also have to tell നമ്മുടെ ശക്തിയൊക്കെ നമ്മൾ കളയുന്നത് അതാ ചെയ്യാൻ പറ്റില്ല അമ്മ നമ്മളോട് പറയാറില്ലേ അല്ലേ? നമ്മളൊരു കാര്യത്തിന് മുന്നോട്ട് പോകുമ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക, വേറെ കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം കുഴപ്പത്തില്ല. So that is the lesson we get from this
this particular incident, and he was placed there. Okay. And now afterwards, Vishwamitra was very careful, very careful, because I should not lose my goal. Okay. Then he started doing again tapas, and he was careful. Last Padakan, he became, and not but he told, I should get the call from Vasishtha, because he only, I got enmity with him. Okay. So he should agree. So one day, Vasishtha came and told that, you are a, what did he say? You are a Brahmarshi when that was given. Okay. And now we know the Vishwamitra is called as Brahmarishi Vishwamitra. What is the name? Yeah, it's called as Brahmarishi Vishwamitra, the highest among the. Yes, one of the Saptarishis. Not only that, he is the person who saw the mantra of Gayatri. You all know Gayatri mantra? Yes. Om Bhur Bhuvasvaha Tat Savitur Varenyam Bhargo Devasya Dhimahi Dhiyo Yona Prachodayat. I just want from you, can anybody tell me the simple meaning of Gayatri? I think we should go that like that. Look at that. Simple meaning. Uda validate parayna. Simple. Prostrating the sun. Look at that. Prostrating the sun. That is first part. What is the main part? And that is right. But what I am asking is, what is the main message of this Gayatri? Gayatri mantra നമ്മൾ ജപിക്കുന്ന പ്രത്യേക ഉദ്ദേശത്തിലാണ്. അതെന്തിന്? നമ്മളെ കുറിച്ചിട്ട് നിങ്ങളെ പറയാത്തത് ഞാൻ പെട്ടെന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറയാം. അതായത് we say in the three worlds, the sun is supposed to be a perfect figure of divinity. Okay, ശരിയല്ലേ? സൂര്യനിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റും. ചിന്തിച്ചാൽ മതി കേട്ടോ. You are breathing because of sun. You are getting water because of sun. You are getting food because of sun. So sun is not there means finished, life is gone, right? So we say that sun is a divine. Sun is divine. Okay. So we are praying. Yes, we are praying that, oh sun God, please provide me the purity to lead my mind in right direction. What is that? You learn that only. Lead my mind in. അല്ലെ നിങ്ങളുടെ മനസ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കുഴപ്പമുണ്ടാവില്ലേ? So that's what always we should pray, that our mind should be going in right. So that is the main contribution of Vishwamitra. He saw this mantra. Okay. Not only that, to Rama, he taught two other mantras called Bala and Adibala. What is the significance? I think we should have that. We should learn that. Yes, I think. നല്ലതല്ലേ അത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് സുഖമായിട്ട് ആഹാരം കഴിക്കാമല്ലോ, അല്ലെങ്കിൽ വിശപ്പുണ്ടാവുന്നുണ്ടാവില്ലല്ലോ. So you should get that. So Vishwamitra is very, very significant when you take the Ramayana. Not only that, he took both of them to the forest. What is the purpose? Can you tell me? To kill all these people, Maricha, Subahu, Tadaga, and all these people. Okay, to help. Yes, not only that, he took them to which place? Can you tell me? Sita's place. What is the place called? Mithila. It is called Mithila. He took, and the marriage also happened with. So all the main incidents of Ramayana, one of the person is Vishwamitra. So we just take the lessons and finish. Okay, Vishwamitra. Okay, we saw the lessons from Valmiki. Now we are coming to. I'll stop it there. I think you are getting bored, right? Now summer. Yeah. It's time to stop. I'll stop it very fast. One is, when you learn, you can have so many distractions. One is attraction towards all sorts of things. Number one. Second, anger. Okay. Third, unnecessarily you will go into the aspects of others. Right? All these are problems. You will be very careful while you learn.
Okay, that's the lesson we are getting from the story of Vishwamitra. So thank you so much for your listening. ഇങ്ങനെ ഒരു അവസരം നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടകരോട് അതിനേക്കാളൊക്കെ നന്ദി പറയേണ്ട അമ്മയോടാണ്. കാരണം അമ്മയാണ് ഇതിനെല്ലാം നമുക്ക് അവസരം ഉണ്ടാക്കിയത് അല്ലേ? റൈറ്റ്. സോ അവർ താങ്ക്സ് ഗോസ് ടു അമ്മ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആശയം കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ? രണ്ടുപേരുടെ ഫീഡ്ബാക്ക് എടുത്താലും മോളെ പെട്ടെന്ന് പറയും. നല്ല ക്ലാസ് ആയിരുന്നു. ഇതുവരെ അല്ല സത്യമായിട്ടും നമ്മൾ കേൾക്കാത്ത കഥകളും അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. തമാശയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നേരത്തെ പാർവതി ചേച്ചി പറഞ്ഞ പോലെ തന്നെയായിരുന്നു. നല്ല തമാശ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ വീണ്ടും പുതിയതായി പഠിച്ചു. പിന്നെ ഗായത്രി മന്ത്രം എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാം പഠിച്ചു. നല്ല ക്ലാസ്. പിടികിട്ടി നല്ലൊരു ഇച്ചിരി എനിക്ക് അറിഞ്ഞുള്ളൂ. ഇനി അതിനെക്കാട്ടിയും ഇച്ചിരി അറിഞ്ഞത് എനിക്കിപ്പോൾ കൂടുതലായി. നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാ ദിവസവും ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നു അതൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം.